കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഞാൻ ക്ഷണിച്ച എല്ലാ സഹോദരന്മാരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം എല്ലാവരെയും ബോദർ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് എല്ലാവരും ഒന്നും ക്ലാസ് എടുക്കാറില്ല. അപ്പം ഞാൻ എന്തുകൊണ്ട് ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇത്രയും താല്പര്യം എടുക്കുന്നെന്ന് വളരെ ജിജ്ഞാസ തോന്നിയെന്നിരിക്കും. സയൻസ് പശ്ചാത്തലമുള്ളത് കൊണ്ടാണോ? അല്ല. ഞാൻ സയൻസ് പശ്ചാത്തലം എടുത്തു പഠിച്ചതിൻ്റെ ചില ആത്മീയ കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എൻ്റെ ടെസ്റ്റ് മണിയോടെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I am 67. കേരളത്തിൽ ജനിച്ചു. എനിക്ക് 3 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ഫാദർ ഞങ്ങളെയും കൊണ്ട് ചെന്നൈയിൽ പോയി. പപ്പ സുവിശേഷ വേലയ്ക്ക് വിളി ലഭിച്ചതിൻ്റെ കാരണം കൊണ്ട് ഹിന്ദുസ്ഥാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മദ്രാസിൽ പോയി പഠിക്കുകയായിരുന്നു. എന്നെ 3-ാം വയസ്സിൽ എന്നെയും അമ്മയും എൻ്റെ പെങ്ങളെയും ഒക്കെ ചെന്നൈ കൊണ്ടുപോയി അവിടെ ഒരു വർഷം താമസിച്ചു. പപ്പായുടെ പഠിത്തം കഴിഞ്ഞ് പപ്പായും വേറെ മറ്റ് 3 സുവിശേഷകന്മാര് രാജസ്ഥാനിൽ പോയി കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് സെറ്റിലായി അവിടെ വർക്ക് ചെയ്തു. ഒരു വർഷം കൊണ്ട് അവിടെ നല്ലൊരു സഭയുണ്ടായി. അതോടെ ഈ 4 പേർ ഒന്നിച്ചു പോയതിൽ ഒരാളെ കോട്ടയിലാക്കി. ഡോക്ടർ M.A. തോമസ് എന്ന് നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ബാക്കി 3 സുവിശേഷകന്മാർ 3 മറ്റു സ്ഥലങ്ങളിലോട്ട് പോയി. പപ്പായിക്ക് ദൈവവിളി ഉണ്ടായത് കൊള്ളക്കാരുടെ നാടായ ചമ്പലിൽ പോയി സുവിശേഷ വേല ചെയ്യണം എന്നായിരുന്നു. പപ്പ ഞങ്ങളെയും കൊണ്ട് 1960 ചമ്പൽ ഏരിയയിൽ പോയി സെറ്റിലായി. എനിക്ക് 6 വയസ്സേ ഉള്ളായിരുന്നു. അടുത്ത അന്നു തൊട്ട് 1960 തൊട്ട് ഓൾമോസ്റ്റ് 94 വരെ ഞാൻ മധ്യപ്രദേശിലെ ചമ്പലിലാണ് പഠിച്ചത്, ജോലി ചെയ്തത്, ആൻഡ് ഓൾസോ സുവിശേഷ വേല ചെയ്തത്. 15-ാം വയസ്സിൽ ഞാൻ രോഗിയായി തീർന്നു. 15-ാം വയസ്സിൽ എനിക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഡയഗ്നോസ് ചെയ്തു. 52 വർഷം മുൻപാണ്. അന്ന് ഹൈ ബ്ലഡ് പ്രഷറിന് മരുന്നില്ലായിരുന്നു. ആദ്യത്തെ സക്സസ്ഫുൾ മരുന്ന് കണ്ടുപിടിച്ചത് 50 വർഷം മുമ്പാണ്. അപ്പൊ എനിക്ക് ബ്ലഡ് പ്രഷർ തുടങ്ങി 2 വർഷം കഴിഞ്ഞ് എനിക്ക് മരുന്ന് തന്നു തുടങ്ങി. ഞാനിപ്പോ 50 വർഷമായി ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കുന്നു. അതിന്റെ കാരണം കൊണ്ട് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിച്ചപ്പം എനിക്ക് ഒരു സ്ട്രോക്ക് ഉണ്ടായി. കണ്ണിന്റെ കാഴ്ച പോയി. എന്നാൽ ദൈവം കരുണ കാണിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു ലഭിച്ചു. അത് കഴിഞ്ഞ് ഞാൻ MSc ഫൈനലിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 2ാമത്തെ സ്ട്രോക്ക് ഉണ്ടായി. ദൈവം കരുണ കാണിച്ചു, കാഴ്ച തിരിച്ചു ലഭിച്ചു. 1993 എനിക്ക് 3ാമത്തെ സ്ട്രോക്ക് ഉണ്ടായി. അപ്രാവശ്യവും ദൈവം കരുണ കാണിച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു ലഭിച്ചു. ഇതൊരു പ്രത്യേക രീതിയിലുള്ള സ്ട്രോക്ക് ആണ്. 3ാമത്തെ സ്ട്രോക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഡോക്ടർ എന്നെ ഓർപ്പിച്ചു, നോർത്ത് ഇന്ത്യയിലെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്, ഹൈ ബ്ലഡ് പ്രഷറും അതിൻ്റെ കൂടെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് ഇതിന്റെ കാരണം. ഞാൻ വടക്കേ ഇന്ത്യ വിടണം എന്ന് എൻ്റെ ഡോക്ടർ ആവശ്യപ്പെട്ടു. ഞാൻ കേരളത്തിൽ ഒരിക്കലും വരികയോ സെറ്റിൽ ആകുകയോ ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചൊരു വ്യക്തിയായിരുന്നു. മലയാളം അറിയത്തില്ലായിരുന്നു. മലയാളം കൾച്ചറുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ അനുവദിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം എന്നെ ഫോഴ്സ് ചെയ്തതുകൊണ്ട് 3ാമത്തെ സ്ട്രോക്ക് ഡിസംബർ 93-ലാണ് സ്ട്രോക്ക് ഉണ്ടായത്. ആൻഡ് 3ാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ ഞാൻ നോർത്ത് ഇന്ത്യ വിട്ട് കേരളത്തിൽ വന്നു. 94-ൽ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഈ മലയാളം അറിയാൻ വയ്യാത്ത ജോൺസൺ ഫിലിപ്പ് കേരളത്തിൽ എന്ത് ചെയ്യും? അത് സത്യമാണ്. ഞാൻ എന്നോട് ചോദിച്ചു. എന്നാൽ ദൈവം അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഞാൻ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. കേരളത്തിൽ വന്ന് അധികം താമസിക്കാതെ മലയാളം പഠിക്കാൻ സാധിച്ചു. മലയാളികളുടെ കൾച്ചർ കുറച്ചൊക്കെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ ഞാൻ ഇന്ന് ഹൃദയത്തിലൊരു വടക്കേ ഇന്ത്യനാണ്. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. 94-ൽ ഞാൻ കേരളത്തിൽ വന്നു. ആൻഡ് 2000 ആയപ്പോഴത്തേക്ക് കേരളത്തിൽ വന്ന് സെറ്റിലായി. കേരളത്തിലെ ഭാഷയെല്ലാം പഠിച്ച് കൾച്ചറുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന സമയത്താണ്
വടക്കേ ഇന്ത്യയിൽ നിന്ന് വലിയൊരു ഹിന്ദിക്കാരുടെ വലിയൊരു മൈഗ്രേഷൻ കേരളത്തിലോട്ട് നടന്നു. ഇന്ന് കേരളത്തിൽ 60 ലക്ഷം വടക്കേ ഇന്ത്യക്കാരുണ്ട്. ഈ കോവിഡ് വന്നെങ്കിലും അതിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷം ആളുകളെ തിരിച്ചുപോയുള്ളൂ. 50-50 ലക്ഷം ആളുകളും കേരളത്തിലുണ്ട്. 4 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ സഭയിലെ ഒരു യുവ സഹോദരൻ, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ള ഗവൺമെന്റ് ജോലിക്കാരൻ, ഒരു യുവ സഹോദരൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു ഹിന്ദി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദി മീറ്റിംഗ് ആയിട്ട് അത് നടക്കുന്നു. കോവിഡ് വന്നതോടെ അത് ഷട്ട് ഡൗൺ ചെയ്തു. എന്നാൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബീഹാറിൽ നിന്ന് ഒരു കുടുംബം സ്നാനപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഫെലോഷിപ്പിലാണ്. ഏതാണ്ട് 12 പേര് രക്ഷിക്കപ്പെട്ട് സ്നാനത്തിന് വേണ്ടി ദൈവവചനം പഠിക്കുകയായിരുന്നു. ആ സമയത്താണ് കോവിഡ് വന്നത്. എന്നാൽ ഞാനിത് ഓർപ്പിച്ചത്, ദൈവം എന്നെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ പുറകെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം ഹിന്ദിക്കാരായിരുന്നു. ഇന്നും എന്റെ മിനിസ്ട്രി, ഈവൻ സൂം വഴി എന്റെ മിനിസ്ട്രിയുടെ മേജർ പോർഷൻ വടക്കേ ഇന്ത്യയിലോട്ടാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിൾ ആൻഡ് സയൻസിൽ എനിക്ക് ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് വന്നു അതുകൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ചെറുപ്രായം തൊട്ടേ എനിക്ക് ഏറ്റവും ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് സയൻസിലായിരുന്നു. ഞാൻ ക്രേസി ആയിരുന്നു. സയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രേസി ആയിരുന്നു. അതിന്റെ കാരണം കൊണ്ട് ഏത് പുസ്തകം, സയൻസിന്റെ ഏത് പുസ്തകം കിട്ടിയാലും അത് പിക്കപ്പ് ചെയ്ത് വായിക്കുമായിരുന്നു. യൂഷ്വലി ഞാൻ എൻ്റെ ഏജിനേക്കാൾ ഒരു 8-10 വയസ്സ് സീനിയർ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ സയൻസ് ടെക്സ്റ്റ് ബുക്സ് അവർ വായിക്കുന്ന സയൻസ് ബുക്സ് ഒക്കെ ആയിരുന്നു വായിക്കുന്നത്. അങ്ങനെ വായിച്ച് ഈ സയന്റിഫിക് ബുക്സ് എല്ലാം പരിണാമവാദത്തിൽ അധിഷ്ഠിതമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് സയൻസിന്റെ ഏത് പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് പരിണാമവാദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ ഈ പുസ്തകങ്ങൾ വായിക്കും തോറും അതിന്റെ ഫൗണ്ടേഷൻ പരിണാമവാദമായതുകൊണ്ട് പരിണാമവാദം എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. ഞാൻ ഹെവിയായിട്ട് വായിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് 10ാം വയസ്സിലാണ്. ആൻഡ് ഒരു 15 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പരിണാമവാദത്തിന്റെ ആ ഇൻഫ്ലുവൻസും കൊണ്ട് വേദപുസ്തകം, പ്രത്യേകിച്ച് മനുഷ്യന്റെ സൃഷ്ടി, ഏദൻ തോട്ടം, പാപം, ഇതിലുള്ള എൻ്റെ വിശ്വാസം വല്ലാതെ ഷെയ്ക്ക് ചെയ്തു തുടങ്ങി. ഞാൻ 5ാം വയസ്സിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതാണ്. 5 എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് അബവ് ആവറേജ് ആയിരുന്നു. 5ാം വയസ്സിൽ നല്ല അറിവുണ്ടായിരുന്നു. എൻ്റെ ഫാദർ എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. 5ാം വയസ്സിൽ രക്ഷയുടെ അനുഭവത്തിൽ വന്ന ഞാൻ 15ാം വയസ്സായപ്പോഴത്തേക്ക് പിന്മാറ്റം തുടങ്ങി. 16ാം വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് പരിണാമവാദം പറയുന്നത് വിശ്വസിക്കണോ, ബൈബിൾ പറയുന്നത് വിശ്വസിക്കണോ? കാരണം പരിണാമവാദം പറയുന്നത് ദൈവമില്ല, സൃഷ്ടിയില്ല, വലിയൊരു മഹാസ്ഫോടനത്തിൽ കൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. മഹാസ്ഫോടനം, ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ ബിഗ് ബാങ് എന്ന് പറയുന്നു. സോ വലിയൊരു മഹാസ്ഫോടനത്തിൽ കൂടെ പ്രപഞ്ചം ഉണ്ടാകുകയും അത് കഴിഞ്ഞ് മൂലങ്ങൾ, എലിമെന്റ്സ്, പരസ്പരമുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ കൂടെ ഏകകോശീയ സിംഗിൾ സെല്ലുലർ ഒരു ലൈഫ് ഉണ്ടാകുകയും ആ ഏകകോശീയ ജീവി അല്ലെങ്കിൽ പ്രാണി അത് ഗ്രാജ്വലി ക്രമാനുഗതമായിട്ട് വികസിച്ച് മനുഷ്യനിൽ പരിണമിച്ചു. നമുക്ക് തന്നെ അറിയാമല്ലോ, മനുഷ്യൻ കുരങ്ങുകളിൽ നിന്നാ ഉണ്ടായത് എന്ന് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ പരിണാമവാദത്തിന്റെ ഇൻഫ്ലുവൻസിൽ 15ാം വയസ്സിൽ ഞാൻ പിന്മാറ്റത്തിലോട്ട് പോകാൻ തുടങ്ങി. 16 ആയപ്പോഴത്തേക്ക് ശരിയായ ഒരു പിന്മാറ്റത്തിന്റെ അവസ്ഥയായിരുന്നു. അത് ജീവിതത്തിൽ വലിയൊരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. കാരണം ഒരു സൈഡിൽ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് അടുത്ത് അറിഞ്ഞ് കഴിഞ്ഞ 10 അല്ലെ 11 വർഷം സീരിയസ് ആയിട്ട് ദൈവവചനം വായിച്ച് പഠിച്ച് സൺഡേ സ്കൂളിലൊക്കെ എല്ലാ രീതിയിലും ടോപ്പ് ചെയ്ത് വളരെ സീരിയസ് ആയിരുന്നു ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ. അതിനുള്ള സാഹചര്യം എനിക്ക് കിട്ടി. എൻ്റെ ഫാദർ ഒരു സുവിശേഷകനാണ്. 91 വയസ്സുള്ള ഫാദർ ഇപ്പൊ എൻ്റെ കൂടെ ഉണ്ട്.
എന്റെ ഗ്രാൻഡ് ഫാദർ ഒരു സുവിശേഷകനായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു സൈഡ് ഉണ്ടായിരുന്നു. എന്നാൽ അതേ സമയത്ത് ജീവിതത്തിൽ വലിയ സംശയമായി തീർന്നു. അതിൽ കൂടെ കടന്നു പോകുന്ന ആളിനെ അതിന്റെ വിഷമം അറിയപ്പെടും. അങ്ങനെ വലിയ വിഷമമായി BSc ഫസ്റ്റ് ഇയറിൽ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, ഒരു സൈഡിൽ അങ്ങയുടെ വചനം പറയുന്നത് അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ ഉണ്ടാക്കി, 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അതിലുള്ള എല്ലാത്തെയും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ പാപം കൊണ്ടാണ് മനുഷ്യൻ അധപ്പതിച്ചു പോയത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് തന്റെ ജീവൻ മനുഷ്യന് യാഗമായി നൽകേണ്ടി വന്നത്. എന്നാൽ കർത്താവെ, മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണെങ്കിൽ, ഡാർവിൻ പറയുന്നത് പോലെ മനുഷ്യൻ പരിണാമത്തിൽ കൂടെ ഈ ലോകത്തിൽ വന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഏകകോശീയ ജീവി ക്രമാനുഗതമായിട്ട് പരിണമിച്ച മനുഷ്യൻ ഉണ്ടായതെങ്കിൽ, ആദാം ഹവ്വയുടെ സ്റ്റോറി തെറ്റാണ്. ആദാം ഹവ്വയെ കുറിച്ച് ദൈവവചനം പറയുന്നത് തെറ്റാണെങ്കിൽ, ഏദൻ തോട്ടമില്ലായിരുന്നു. ഏദൻ തോട്ടമില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പാപത്തിൽ വീണില്ല. മനുഷ്യൻ പാപത്തിൽ വീണില്ലെങ്കിൽ മനുഷ്യൻ പാപിയല്ല. മനുഷ്യൻ പാപിയല്ലെങ്കിൽ ക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ട ആവശ്യമില്ല. ക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ട ആവശ്യമില്ലെങ്കിൽ ക്രിസ്തു വന്നു മനുഷ്യന് വേണ്ടി ക്രൂശിൽ തന്റെ ജീവനെ യാഗമായിട്ട് അർപ്പിച്ചു എന്ന് പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയ കഥകളാണോ? ആ സമയത്താണ് നാസ്തികന്മാരുടെ ആചാര്യനായ ജോസഫ് എഡമർഗ് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകം എഴുതിയത്. അന്ന് എനിക്ക് മലയാളം അറിയത്തില്ല. എന്നാൽ ആ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം പലരെ സ്പ്രെഡ് ചെയ്തു, ഇംഗ്ലീഷ് ലേഖനങ്ങളായിട്ട് വന്നു. അപ്പോ ഒരു സൈഡിൽ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങുകളിൽ നിന്നാ ഉണ്ടായതെങ്കിൽ ആദാം ഹവ്വയുടെ സൃഷ്ടി, ആ വിവരം അത് ശരിയല്ല. അങ്ങനെയെങ്കിൽ പാപിയല്ലാത്ത മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു ഈ ലോകത്തിൽ വരേണ്ടത് ആവശ്യമില്ല. ആ സമയത്താണ് മോങ്ങാനിരുന്ന നായയുടെ തലേ തേങ്ങ വീണതുപോലെ ഞാൻ ഈ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം പലയിടത്ത് വായിച്ചു. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല. വലിയ ആത്മീക ഒരു ക്രൈസിസിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. BSc ഫസ്റ്റ് ഇയറിൽ പ്രവേശിച്ചപ്പോൾ എന്റെ സാറുമാരിൽ പലര് നിരീശ്വരവാദികളായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ നിരീശ്വരവാദം കൂടെ കുത്തിവെക്കുമായിരുന്നു. അത് എനിക്ക് ഫർദർ ജീവിതത്തിൽ കോംപ്ലിക്കേഷനായി മാറി. ആ സമയത്ത് ഞാൻ വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, ദൈവം ഒരു മിഥ്യയല്ല, സത്യമാണ് എങ്കിൽ, ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അല്ലാതെ ഒരു മഹാസ്ഫോടനത്തിൽ കൂടെ ഇത് ഉണ്ടായതല്ല എങ്കിൽ, ഈ മൂലങ്ങളിൽ തമ്മിലുള്ള രാസ പ്രക്രിയയിൽ കൂടെ അല്ല ആദ്യത്തെ ജീവൻ ഉണ്ടായത്, ഇത് അങ്ങ് സൃഷ്ടിച്ചതാണെങ്കിൽ, ഈ ഏകകോശീയ അണു, ആ വൈറസ് അല്ലെങ്കിൽ ആ ബാക്ടീരിയം, അത് പരിണമിച്ച് കോടാനുകോടി വർഷം കൊണ്ടല്ല മനുഷ്യൻ ഉണ്ടായത് എങ്കിൽ, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എങ്കിൽ, ഈ വിഷയങ്ങളെ കുറിച്ച് എനിക്ക് വേണ്ട വെളിച്ചം നൽകണമേ. വളരെ മുട്ടിപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ പല യുവ സഹോദര സഹോദരിമാര്, സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന യുവ സഹോദര സഹോദരിമാർ ഇതേ പ്രശ്നത്തിൽ കൂടെ, ഇതേ ചോദ്യങ്ങളിൽ കൂടെ, ഇതേ സംശയത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എനിക്ക് ഓരോ ദിവസം
ഈ വാട്സാപ്പ് വന്നതോടെ എവറി ഡേ എനിക്ക് അങ്ങനെയുള്ള യുവ സഹോദര സഹോദരിമാരുടെ ചോദ്യങ്ങൾ ലഭിക്കാറുണ്ട്. അതിൽ അവരൊരു കാര്യം പ്രത്യേകം പറയുന്നത്, അങ്കിളെ, എൻ്റെ പേരൻസിന്റെ മുൻപിൽ, എൻ്റെ സഭയിൽ ഞാൻ വളരെ സമർപ്പണമുള്ള ഒരു വിശ്വാസി, അതുകൊണ്ട് ഞാൻ അങ്കിളിനോട് ഈ ചോദ്യം ചോദിച്ചു എന്ന് അങ്കിൾ ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്ക് വിഷമാവും, ഡാഡിക്ക് വിഷമാവും, സഭയിലെ എല്ലാവർക്കും സംശയമാകും. ഈ ചോദ്യങ്ങൾ എവറി ഡേ ലഭിക്കുന്നു. അന്ന് തന്നെ സാധിക്കുവാണെങ്കിൽ ഞാൻ മറുപടി അയക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ്, ഞാൻ പറഞ്ഞ എന്റെ സ്റ്റോറി 1970-കളിലെ സ്റ്റോറിയാണ്. 71-ലാണ് ഞാൻ 70-ലാണ് ഞാൻ BSc ഫസ്റ്റ് ഇയറിലോട്ട് പ്രവേശിച്ചത്. 50 വർഷം കഴിഞ്ഞു. ഈ 50 വർഷങ്ങളിൽ ഈ ലോകം നമ്മുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി 100 കണക്കിന് ടെക്നീക്സ് കണ്ടുപിടിച്ച് ആ ടെക്നീക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം കൊണ്ട് ഇന്നുള്ള കുട്ടികൾ, രക്ഷയുടെ അനുഭവത്തിൽ വന്ന കുട്ടികൾ 10-ാം വയസ്സ്, 15-ാം വയസ്സ്, 25-ാം വയസ്സിൽ അവര് നേരിടുന്ന സ്ട്രഗിൾ നമ്മിൽ ഓരോരുത്തർ മനസ്സിലാക്കണം. ആ സ്ട്രഗിൾ മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡ് എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തത്. BSc ഫസ്റ്റ് ഇയറിൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, കർത്താവേ, യാഥാർത്ഥ്യം എന്ത് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് മധ്യപ്രദേശിൽ ഗ്വാളിയറിൽ ഒരു ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു സായിപ്പ് നടത്തുന്നു. ഒരു ദിവസം ആ ക്രിസ്ത്യൻ ബുക്ക് ഷോപ്പിൽ ചെന്ന് ബുക്സ് എല്ലാം ഇങ്ങനെ നോക്കിയപ്പം അതിലൊരു ബുക്കിന്റെ ടൈറ്റിൽ ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ് എന്നായിരുന്നു. ഇതാ പുസ്തകമല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്, ബൈബിൾ ആൻഡ് മോഡേൺ സയൻസ്. ഞാൻ ഏത് പുസ്തകത്തെ കുറിച്ചാണ് പറയുന്ന, ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആയിട്ട് ദശാബ്ദങ്ങളായി. പുസ്തകത്തിന് 3.5 രൂപ വിലയായിരുന്നു, $1. അന്ന് 3.5 രൂപ എന്ന് പറഞ്ഞ വലിയൊരു കാര്യമായിരുന്നു. BScക്ക് പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ കയ്യിൽ എല്ലാം കൂടെ ഞാൻ കളക്ട് ചെയ്തത്, എൻ്റെ കയ്യിൽ ഒരു 1.5 രൂപ ഉണ്ടായിരുന്നു. 1.5 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് 4 കിലോ ചാക്കരി വാങ്ങിക്കാം, അത്ര വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. എന്നാൽ ആ പുസ്തകം വാങ്ങിക്കാൻ പര്യാപ്തമല്ലായിരുന്നു. ആ പുസ്തകം പിടിച്ച് ഞാൻ ഇങ്ങനെ, അയ്യോ, ഇതെനിക്ക് കിട്ടിയതായിരുന്നെങ്കിൽ എൻ്റെ സംശയത്തിന് ഒരു സൊല്യൂഷൻ ലഭിച്ചേനെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് നോക്കി ഇങ്ങനെ നിന്നപ്പോൾ ആ കടയിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത ഒരു യുവ സഹോദരൻ, വിശ്വാസി ആയിരുന്നു, ഞങ്ങളുടെ സഭയിൽ തന്നെ വന്നുകൊണ്ടിരുന്ന വിശ്വാസിയായിരുന്നു. ആ സഹോദരൻ എന്നോട് ചോദിച്ചു, എന്നാ, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഞാൻ പറഞ്ഞു, ഭയ്യ, ചേട്ടായി, ഈ പുസ്തകം കിട്ടിയാൽ കൊള്ളാം, 3 രൂപയാ വില, 3.5 ആയിരുന്നു അന്നത്തെ വില, എൻ്റെ കയ്യിൽ 1.5 രൂപയേ ഉള്ളൂ. ആ യുവ സഹോദരന് വലിയ ശമ്പളമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം തന്നെ പ്രേരിപ്പിച്ചു. എന്നിട്ട് ആ സഹോദരൻ എന്നോട് പറഞ്ഞു, എനിക്ക് 1.5 അല്ലെ 2 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ്, എന്നാൽ നിന്റെ നിപ്പ് കണ്ടപ്പം എനിക്ക് തോന്നുന്നു ഈ പുസ്തകം കിട്ടേണ്ടത് അല്ലെ വായിക്കേണ്ടത് നിനക്ക് ആവശ്യമാണ്, ബാക്കി കാശ് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇട്ടോളാമെന്നും പറഞ്ഞ് ആ പുസ്തകത്തിന്റെ രസീത് എഴുതി എനിക്ക് തന്നു. 1.5 രൂപ വാങ്ങിച്ച് ആ പുസ്തകം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു, കുത്തിയിരുന്ന് വായിച്ചു തുടങ്ങി. ആൻഡ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഞാൻ മാസങ്ങളായിട്ട് മുട്ടിപ്പായിട്ട് സ്ട്രഗിൾ ചെയ്ത പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിച്ചു. ആ മറുപടിയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു താക്കോലായിട്ട് വെച്ചത്. ശാസ്ത്രത്തിലെ സ്ഥാപിക്കപ്പെട്ട വസ്തുത ഒരിക്കലും ദൈവവചനത്തിനെതിരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇത് താക്കോലായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. താക്കോൽ എന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. ഈവൻ ഒരു ആനയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത താക്കോൽ ഒരു 5-ാം ക്ലാസ്സിൽ ഒരു ആനയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത താഴ്
അതിന്റെ താക്കോൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കൊടുത്താൽ ആ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ആ താഴ് തുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ളത് അത് കടിച്ചാൽ പൊട്ടാത്ത വിഷയമാണ്, അത് ആർക്കും മനസ്സിലാകത്തില്ല, ആർക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കത്തില്ല, എനിക്ക് സയൻസിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സുകളിലുണ്ട്. ബട്ട് ഒരു താക്കോല് കിട്ടിയാൽ ഈവൻ ആനയ്ക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത ലോക്ക് ഒരു കുട്ടിക്ക് തുറക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തതും കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാൻ ആഗ്രഹിക്കുന്ന ഈ താക്കോൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് അറ്റാക്ക് ചെയ്ത് ആര് നിങ്ങളുടെ അടുത്ത് വന്നാലും ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തിൽ നിങ്ങളുടെ മക്കളോ സൺഡേ സ്കൂളിലുള്ള കുട്ടികളോ ഈവൻ നിങ്ങളുടെ സമപ്രായക്കാരായ ആളുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് താക്കോലിലേക്ക് തിരിച്ചു പോകാം. BSc ഫസ്റ്റ് ഇയറിൽ എൻ്റെ മനസ്സിലുള്ള ആ സംശയം മാറിത്തുടങ്ങി. എന്നാൽ 14 വർഷമെടുത്തു, 14 years എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും മാറിക്കിട്ടാൻ. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് അതിന്റെ മറുപടി ഈ ചെറിയ പുസ്തകത്തിൽ നിന്നാണ് ലഭിച്ചത്. ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു വാട്ട് ഈസ് ദിസ്, ഇതൊരു കുറെ എക്സ്ട്രാ പേജസ് ഉള്ള ഒരു ട്രാക്ട് മാത്രമല്ലേ? ആക്ച്വലി ഇത് പടമുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ സെന്ററിലെ പരിണാമ സിദ്ധാന്തം പറയുന്ന ആ കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ച മനുഷ്യനുണ്ടായത് എന്നുള്ള അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ലാസ്റ്റ് ഡൗട്ട് ഈ ദിസ് സ്മോൾ ബുക്ക് ഇതാണ് മാറ്റി തന്നത്. കാരണം ഈ കീ മനസ്സിലാക്കിയിട്ടുള്ള പല വ്യക്തികൾ ലോകമെമ്പാടുമുണ്ട്. അവർ ധാരാളം സമയം ചെലവഴിച്ച് ഈ വിഷയങ്ങളിൽ ബുക്സ് എഴുതുന്നുണ്ട്, ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബുക്കിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എഴുതിയാൽ ഈ ബുക്ക് അയച്ചു തരാൻ വിഷമമാണ്, കോപ്പിറൈറ്റഡ് ആയതുകൊണ്ട് ഇത് ഫോട്ടോ കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ഈ പുസ്തകം ഒത്തിരി പഴയതാണ്, ഞാൻ ഓർപ്പിക്കട്ടെ. 30 വർഷം മുൻപ് എഴുതപ്പെട്ട ബുക്കാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് നോളജ് ഈ പുസ്തകത്തിൽ തന്നെയുള്ള വിഷയം, ബട്ട് ലേറ്റസ്റ്റ് നോളജ് യൂസ് ചെയ്ത് ഞാൻ ഒരു ഇലക്ട്രോണിക് ബുക്ക് അല്ലെങ്കിൽ ഈ ബുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ചു തരാം. എനിക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ നമ്പർ ഞാൻ ലാസ്റ്റിലും പറയാം. എൻ്റെ നമ്പർ ഓർപ്പിക്കട്ടെ. എൻ്റെ നമ്പർ വളരെ ഈസിയാണ്. 999-519-8690 999-519-8690. അതിൽ എഴുതിയാൽ ഞാൻ ഇലക്ട്രോണിക് ബുക്ക് അയച്ചു തരാം. അത് നിങ്ങൾക്കും പ്രയോജനപ്പെടും. നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്ക്, നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഓർപ്പിക്കട്ടെ. 14 വർഷം കൊണ്ട് എൻ്റെ ഡൗട്ട്സ് എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയത്തിലാണ് ഞാൻ ആദ്യം സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. അതിലൂടെ 2-3 വിഷയങ്ങളിലൂടെ സ്പെഷ്യലൈസ് ചെയ്തു. എന്നാൽ ബൈബിൾ ആൻഡ് സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ആ വിഷയം വളരെയധികം മുൻപോട്ട് പഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ആ അവസരങ്ങൾ ഉപയോഗിച്ചു. സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാക്ട് ഓഫ് സയൻസ് ആണ് താക്കോൽ എന്ന് ഞാൻ ഓർപ്പിച്ചു. ആ താക്കോൽ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, ആ താക്കോലിന്റെ പവർ ശരിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ സയൻസിൽ സാധാരണ ഉപയോഗിക്കപ്പെടുന്ന ചില വാക്കുകൾ നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്തിരിക്കണം. അപ്പൊ സയൻസ് എന്നും പറഞ്ഞ് സയൻസ് കണ്ടുപിടിച്ചു, സയൻസിനനുസരിച്ച് സയൻസ് ഇത് പറയുന്നു, സയൻസ് അത് പറയുന്നു. നോ. സയൻസിൽ ഏത് കാര്യമാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ കേൾക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്,
ഗ്രഹങ്ങൾ, ആകാശവിധാനത്തിൽ ചില ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു. സൂര്യന്റെ ചുറ്റിനുള്ള ഗ്രഹങ്ങളല്ല, മറ്റ് സ്റ്റാർസിന്റെ ചുറ്റിനുള്ള ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ഫോട്ടോ എടുത്തോ? നോ. ടെലിസ്കോപ്പ് വഴിയോ? നോ. പിന്നെങ്ങനെ കണ്ടുപിടിച്ചു? സ്റ്റാർസ്, അവിടെ ഗ്രഹങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കും. എന്നാൽ ഇന്നിടത്തൊരു സ്റ്റാർ, ആ സ്റ്റാറിന്റെ ചുറ്റിനും 2 ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ അത് ഒരു അസംഷനാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. സയൻസ് ഈസ്റ്റിൽ അല്ലെ വെസ്റ്റിൽ ഒരു സ്റ്റാറിന്റെ ചുറ്റിനും 2 ഗ്രഹം കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ഇറ്റ്? സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണോ? നോ, ഇറ്റ് ഈസ് എൻ അസംഷൻ. കാരണം ആ സ്റ്റാർ വളരെ കെയർഫുള്ളി ശ്രദ്ധിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ആ സ്റ്റാറിന്റെ മൂവ്മെന്റിൽ, സ്മൂത്ത് മൂവ്മെന്റിന് പകരം അതിലൊരു ഒരു വേവറിങ് കാണുന്നു. അപ്പൊ ആ വേവറിങ് തീർച്ചയായിട്ടും അതിന്റെ ചുറ്റിനുള്ള ഗ്രഹങ്ങളുടെ കാരണം കൊണ്ടാണെന്ന് ഉള്ള അസംഷന്റെ അടിസ്ഥാനത്തിലാണ്, സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. സോ സയൻസിന്റെ പേരിൽ നമുക്ക് ന്യൂസ് പേപ്പർ ആണെങ്കിലും സയന്റിഫിക് ജേർണൽ ആണെങ്കിലും സയന്റിഫിക് മാഗസീൻസ് ആണെങ്കിലും നൽകുന്ന ഇൻഫർമേഷൻ സയൻസിന്റെ ഏത് കാറ്റഗറി ആണെന്ന് ആദ്യമേ നാം നമ്മോട് തന്നെയും ഈ വിഷയങ്ങൾ നമ്മളോട് പറയുന്ന ആളുകളോടും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തരുന്നെന്ന് നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ സയൻസിലുള്ള ഒരു കാര്യമാണ് ഹൈപ്പോത്തേസിസ്. ഹൈപ്പോത്തേസിസ് എന്ന് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അതും മറ്റൊരു രീതിയിലുള്ള സങ്കല്പമാണ്. തിയറി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. തിയറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ അത് ഇന്നത് എന്ന് ഒരു പ്രപ്പോസലാണ്, അല്ലാതെ സ്ഥാപിക്കപ്പെട്ട വസ്തുത അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. തിയറിയെ കുറിച്ച് കുറച്ചുകൂടെ എക്സ്ട്രാ പറയാനുണ്ട്, എന്നാൽ അതിപ്പം വിട്ടിട്ട് മുന്നോട്ട് നീങ്ങാം. ഓബ്സർവേഷൻ, നിരീക്ഷണം. ഇവിടുള്ള ഗൾഫിലും എനിക്ക് തോന്നുന്നത് സ്കൂൾ സീനിയർ ഇയേഴ്സിലെ കുട്ടികൾ ലാബറട്ടറിയിലൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. എന്നാൽ ഇന്ത്യയില് ഞാൻ പഠിച്ച സമയത്ത് 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സേ ഉള്ളായിരുന്നു. 10ൽ എക്സ്പെരിമെന്റ് ചെയ്യണമായിരുന്നു, 11ൽ എക്സ്പെരിമെന്റ് ചെയ്യണമായിരുന്നു. ഇന്ന് +1ലും +2ലും ഫിസിക്സിന്റെ എക്സ്പെരിമെന്റ് ചെയ്യണം, കെമിസ്ട്രിയുടെ എക്സ്പെരിമെന്റ്. അതാണ് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം നമ്മൾ പേപ്പറിൽ എഴുതി പോകും. വെയിറ്റ് ഇത്രയും തൂക്കിയിട്ടപ്പം നീളം ഇത്രയും കൂടി, വെയിറ്റ് ഇത്രയും തൂക്കിയിട്ടപ്പം നീളം ഇത്രയും കൂടി. വാട്ട് ഈസ് ദാറ്റ്? ഓബ്സർവേഷൻ, നിരീക്ഷണം. ഡേറ്റ എന്ന് പറഞ്ഞാല് നമ്മൾ നമ്പേഴ്സിൽ കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ. ഡിഡക്ഷൻ, നിഗമനം. എക്സ്പെരിമെന്റ് ചെയ്താൽ മാത്രം പോരാ, ആ എക്സ്പെരിമെന്റിൽ നമുക്ക് കിട്ടുന്ന ഡേറ്റ എടുത്തിട്ട് അതും കൊണ്ടൊരു നിഗമനം എഴുതണം. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, നമ്മളെല്ലാം സ്കൂൾ ലെവലിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് സ്ക്വയർ റൂട്ടിന്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് എന്നുള്ള വാക്ക് സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും കേട്ടിട്ടുണ്ട്. അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ എന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അതൊരു നിഗമനമാണ്. പിന്നെ സയൻസിൽ തന്നെയുള്ള മറ്റൊരു വാക്കാണ് ഫാക്ട്സ്. നമ്മളെല്ലാവരും വളരെ സീരിയസ്ലി എടുക്കേണ്ട ഒരു കാര്യമാണ് ഫാക്ട്സ്. ലോസ്, നിയമങ്ങൾ. ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ഉള്ളപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനും ഉണ്ട്. അത് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ്.
ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയെന്നിരിക്കും. ബട്ട് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരുന്നാലേ നമുക്ക് താക്കോലെടുത്ത് തിരിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് സയൻസിൽ തന്നെ നമ്മൾ വായിക്കുന്ന മറ്റൊരു വാക്കാണ് എവിഡൻസ്. പ്രത്യേകിച്ച് കോടതി പരിശോധിക്കുന്ന ഒരു കാര്യം. വാട്ട് ഈസ് ദ എവിഡൻസ്? വാദിയും പ്രതിയും തമ്മിൽ ആ വാദപ്രതിവാദം ഉണ്ടാകുമ്പോൾ അവർ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എവിഡൻസ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് പ്രൂഫ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നുള്ള പുസ്തകത്തിൽ ജോസഫ് എഡംബർഗ് ആവർത്തിച്ചുപയോഗിച്ച ഒരു വാക്കാണ് ദർ ഇസ് നോ എവിഡൻസ്. യേശു ക്രിസ്തു ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതിന് എവിഡൻസ് ഇല്ല, തെളിവില്ല. പ്രൂഫ്. ദർ ഇസ് നോ പ്രൂഫ്. കുറെ വാക്കുകളായി അല്ലേ? ഇത് എല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം ആരെങ്കിലും ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ് കൊണ്ട് വരുമ്പോൾ അതൊരു ഹൈപ്പോത്തിസിസ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വെപ്രാളപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഇതല്ലാതെ ഒരു 6-7 കാറ്റഗറിയുടെ ഞാൻ എൻ്റെ മുൻപിൽ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും വായിക്കുന്നില്ല. എന്നാൽ നൗ ഇപ്പൊ ഒരു ചോദ്യം വരുന്നത്, ജോൺസൺ ബ്രദറെ ഇത് ഇത്രയും ടൈറ്റിൽസ് ഇതെല്ലാം കൂടെ എങ്ങനെ ഓർത്തിരിക്കുന്നത്? ഞാൻ ഹയർ ലെവലിൽ സയൻസ് പഠിച്ചിട്ടില്ലല്ലോ. പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള ചോദ്യം അതിന്റെ ഒരു 99% ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വെറും 10ാം ക്ലാസിന്റെ ബാക്ക്ഗ്രൗണ്ട് മതി. ഇവിടെ പ്രായപൂർത്തിയായതിൽ 10ാം ക്ലാസ് വരെ പഠിക്കാത്ത ആരുമില്ല. എല്ലാവരും 10 പാസ്സായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് ഓർപ്പിക്കട്ടെ. ഇതെല്ലാ വേർഡ്സും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് 2 കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നൗ ഐ എം റിപ്പീറ്റിംഗ് ദ കീ, എന്നാൽ മറ്റൊരു രീതിയിൽ. ഈ എല്ലാം നമ്മൾ വായിച്ച കാര്യം, അസംഷന്, ഹൈപ്പോത്തിസിസ്, തിയറി, ഒബ്സർവേഷൻ, ഡേറ്റ, ഡിഡക്ഷൻ, ഫാക്ട്, ലോ, ഇത് വെറും 2 കാറ്റഗറിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾ, മറ്റൊന്ന് ശാസ്ത്രത്തിലുള്ള വസ്തുതകൾ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പേര് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒന്ന് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ, മറ്റൊന്ന് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ. ജസ്റ്റ് 2. ഞാൻ ഇവിടെ 20 വേർഡ്സ് നിങ്ങളുടെ മുൻപിൽ വെച്ച് കാണും. ഇതെല്ലാം ഒന്നും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ താക്കോൽ ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് 2 വേർഡ്സ് ഓർത്തിരുന്നാൽ മതി. ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ, മറ്റ് ഒന്ന് ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ട നിയമങ്ങൾ. നാച്ചുറലി ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് അവിടെ കൊണ്ടുവരേണ്ടത്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾക്ക് എന്ത് വാല്യൂ ഉണ്ട്? ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ആവശ്യമാണെങ്കിലും ഒരു വിഷയത്തെ പരിശോധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു കോടതിയിൽ ഒരു കേസ് നടക്കുമ്പോൾ ജഡ്ജി റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വസ്തുത എന്ത് എന്ന് കോടതിയെ ബോധിപ്പിക്കുക. ഒരു ദൃക്സാക്ഷിയോട് ഇന്ന ആക്സിഡന്റ് ഉണ്ടാകുന്നത് നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ 4 തിയറീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജഡ്ജി റിപ്പീറ്റ് ചെയ്ത് പറയും, സ്റ്റേറ്റ് ദ ഫാക്ട്സ്. നിനക്കറിയാവുന്ന വസ്തുത എന്ത് അത് കോടതിയുടെ മുൻപിൽ പ്രസന്റ് ചെയ്തിട്ട് യു ഗോ. അല്ല മൈ ഓണർ, എനിക്ക് 4 സിദ്ധാന്തങ്ങളുണ്ട്, അത് യുവർ ഓണർ ഒന്ന്
അതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജഡ്ജി ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വാർണിംഗ് കൊടുത്തുന്നിരിക്കും. സ്റ്റേറ്റ് ദ ഫാക്ട്സ്. വസ്തുത എന്ത്, നിനക്കറിയാവുന്ന വസ്തുത എന്ത്, അത് കോടതിയുടെ മുൻപിൽ വെച്ചിട്ട് യു ഗോ അവേ. നമ്മൾ സ്റ്റെബേണായിട്ട് അല്ല യുവർ ഓണർ എനിക്ക് 4 സിദ്ധാന്തങ്ങളുണ്ട് അത് പറഞ്ഞേ മതിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജി അവിടെയുള്ള സെക്യൂരിറ്റിയെ വിളിച്ച് നമ്മളെ ഇറക്കി വിടും. ഇറങ്ങി പോകാൻ പറയാൻ പോയില്ലെങ്കിൽ സെക്യൂരിറ്റിയെ വിളിച്ച് ഇറക്കി വിടും. അതിന് കാരണമുണ്ട്. ഏത് വിഷയം അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുമ്പോൾ വസ്തുതകൾ മാത്രം, സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾ മാത്രമാണ് അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ല. ബൈബിൾ ആൻഡ് സയൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾക്ക് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. സ്ഥാപിക്കപ്പെട്ട വസ്തുതകളും നിയമങ്ങളും മാത്രമേ അവിടെ, സ്ഥാപിക്കപ്പെട്ട വസ്തുതകൾക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അങ്ങനെയെങ്കിൽ സ്ഥാപിക്കപ്പെട്ട വസ്തുതകളുടെ വെളിച്ചത്തിൽ വേദപുസ്തകത്തെ പരിശോധിക്കുമ്പോൾ നാം ഏത് നിഗമനത്തിലെത്തുന്നു? ദി ആൻസർ ഈസ് വെരി സിമ്പിൾ. ഇത് സയൻസിൽ വലിയ ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല, ഈവൻ BSc പഠിക്കേണ്ട ആവശ്യമില്ല. ഈ താക്കോൽ എടുത്ത്, ഇത് ആക്ച്വലി ഒരു ബ്രഹ്മാസ്ത്രമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ഈ നിങ്ങളുടെ മുൻപിൽ വെച്ച ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ബ്രഹ്മാസ്ത്രമാണ്. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത പോലും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയെയും ചോദ്യം ചെയ്തിട്ടില്ല. ഐ വിൽ റിപ്പീറ്റ്. താക്കോല് ശരിയായിട്ട് കാണുകയും അത് നിങ്ങളുടെ കയ്യിൽ എടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുത പോലും വേദപുസ്തകത്തിലെ പ്രസ്താവനകളെ ചോദ്യം ചെയ്തിട്ടില്ല. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനത് ഇംഗ്ലീഷിലൊന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. No established fact of science has ever questioned any statement of the Bible. അതിന്റെ മറുവശം, വേദപുസ്തകത്തിലെ ഒരു പ്രസ്താവന പോലും സ്ഥാപിക്കപ്പെട്ട ഒരു ശാസ്ത്ര വസ്തുതയെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് പറയും, എന്താ പ്രവൃത്തി ജോൺസൺ ഈ പറയുന്നത്? വേദോസ്തവത്തിൽ പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന്. ശാസ്ത്രം പറയുന്നത് മഹാസ്ഫോടനത്തിൽ കൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന്. ഓക്കെ, നിങ്ങളോട് ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ആ താക്കോലൊന്ന് എങ്ങനെ ഉപയോഗിക്കും? വെരി ഈസി. നമ്പർ 1, മഹാസ്ഫോടന. വാട്ട് ഈസ് ഇറ്റ്? മഹാസ്ഫോടന നിയമമോ? നോ. മഹാസ്ഫോടന സിദ്ധാന്തം. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഉള്ള അതേ സയൻസ് മഹാസ്ഫോടനത്തെ ഒരു നിയമമായിട്ടല്ല, ഒരു സിദ്ധാന്തമായിട്ടാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ബിഗ് ബാങ് ലോ ആണ്. നോ, ബിഗ് ബാങ് തിയറി. വൈ? അത് സ്ഥാപിക്കപ്പെട്ട ഒരു വസ്തുതയാണെങ്കിൽ ബിഗ് ബാങ് ലോ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം ബിഗ് ബാങ് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയല്ല, അതൊരു തിയറി മാത്രമാണ്. ബിഗ് ബാങ്കിനെ ശാസ്ത്രലോകം റിജക്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം റിജക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് 40 വർഷമായി. 20 വർഷം മുൻപ് ഒരു 1990 ആയപ്പോഴത്തേക്ക് ശാസ്ത്ര ലോകത്തിലെ ഒരു നല്ല ശതമാനം ശാസ്ത്രജ്ഞന്മാര് ബിഗ് ബാങ്ങിനെ റിജക്ട് ചെയ്ത് അതിന് പകരം പുതിയ തിയറീസ് കൊണ്ടുവന്നു തുടങ്ങി. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദർ അതെങ്ങനെ അറിഞ്ഞു? അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചം പരമാവധി 10,000 വർഷമേ ഇതിന് ഏജ് ഉള്ളെന്ന്. ആക്ച്വലി അത് PhDക്ക് എൻ്റെ ഗവേഷണ സബ്ജക്റ്റ് ആയിരുന്നു.
1978 MSc കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ PhD ജോയിൻ ചെയ്തു. ഏജ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് ഗവേഷണം ചെയ്യണമെന്നുള്ള താല്പര്യമായിരുന്നു. നിനക്കത് ഇഷ്ടമെങ്കിൽ നീ ചെയ്തോ എന്ന് എന്റെ പ്രൊഫസർ പറഞ്ഞു. എന്നാൽ 81 എന്റെ പ്രൊഫസർ ആ യൂണിവേഴ്സിറ്റി വിട്ടുപോകേണ്ടി വന്നപ്പോൾ ആ പ്രൊഫസർ എന്നെ മറ്റൊരു പ്രൊഫസറിന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ടാ പോയത്. രണ്ടാമത്തെ പ്രൊഫസർ എന്ന് പറഞ്ഞ നമ്പർ 1 നിരീശ്വരവാദിയാണ്. ആ നിരീശ്വരവാദി പ്രൊഫസർ ഏജ് ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് എന്നെ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല. എന്നാൽ അതിനു മുൻപ് ഏകദേശം 3-4 വർഷം ഞാൻ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്തതാണ്. ആ ഗവേഷണം ചെയ്തതിന്റെ കാരണം കൊണ്ടാണ് ഈ ബിഗ് ബാങ് തിയറിയെ റിജക്ട് ചെയ്തതെന്നുള്ളത് ഫസ്റ്റ് ഹാൻഡ് മനസ്സിലാക്കിയത്. 1990 ആയപ്പോഴത്തേക്ക് ചില ജേർണൽസിന്റെ കംപ്ലീറ്റ് ഇഷ്യൂസ് ബിഗ് ബാങ്ങിനെതിരെയായിരുന്നു. ഈ ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ മാൻ എഴുതുന്നതല്ല, ആ വിഷയത്തിലെ ടോപ്പ് ആളുകൾ എഴുതുന്നതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും യൂണിവേഴ്സിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റലിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന ഫിസിക്സിന്റെ ഒരു ജേർണലാണ് ഇൽ നുവോ സിമെന്റോ. ഇൽ നുവോ സിമെന്റോയുടെ ഒരു 1985-ന്റെയും 90-ന്റെ ഇടയ്ക്കുള്ള ഇഷ്യൂസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിണാമവാദത്തിനെതിരെയുള്ള ഒരു ഫുൾ ഇഷ്യൂ, അതല്ലാതെ ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മഹാസ്ഫോടനം ഒരു നിയമമല്ല, മഹാസ്ഫോടനത്തിന് ഇന്നും ശാസ്ത്രലോകം ഒരു തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ലോ, ഇറ്റ് ഈസ് എ തിയറി. സോ ആ ലോ ആൻഡ് തിയറി തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ആരെങ്കിലും വന്നാ നീ വിശ്വസിക്കുന്നു ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്ന്, ബിഗ് ബാങ് തിയറി കേട്ടിട്ടില്ല, നീ എന്നാ സ്റ്റോൺ ഏജിലാണ് ഇന്നും ജീവിക്കുന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ നല്ല ധൈര്യത്തോടെ ബോൾഡായിട്ട് അങ്ങോട്ടൊരു മറു ചോദ്യം, ആ താക്കോൽ അങ്ങോട്ട് ടേൺ ചെയ്യണം. താക്കോൽ ഇതാണ്. നിങ്ങൾ എന്താ പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ? ബിഗ് ബാങ് വാട്ട്? അവനെ കൊണ്ട് പറയിപ്പിക്കണം. ബിഗ് ബാങ് തിയറി. ഓ ഹോ ഹോ ഹോ, ബിഗ് ബാങ് തിയറി. ഓ, അതൊരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ എപ്പോഴും തിയറി എന്ന് പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ നിന്നൊരു പ്രസംഗം അങ്ങ് പ്രസംഗിക്കണം, എന്നിട്ട് അവനെ കൺവേർട്ട് ചെയ്യണം. അങ്ങനെയല്ല. ബൈബിൾ ആൻഡ് സയൻസ് അല്ലെ വേദപുസ്തകത്തിന്റെ വിശ്വസനീയത എന്നുള്ള വിഷയത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ബോൾ അവന്റെ കോർട്ടിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്, അവൻ തട്ടട്ടെ. അപ്പൊ അതുകൊണ്ട് നാളെ ആരെങ്കിലും വന്ന് മഹാസ്ഫോടനം ഈ ബൈബിളിലുള്ള എല്ലാം തെറ്റാണെന്ന് പ്രൂവ് ചെയ്തെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ അവിടെ പ്രസംഗത്തിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ആസ്ക്, മഹാസ്ഫോടനത്തിന്റെ എന്താണെന്നാ നിങ്ങൾ പറയുന്നത്? അതിന്റെ കംപ്ലീറ്റ് പേരൊന്ന് പറഞ്ഞേ. പേരറിയത്തില്ലെന്നെങ്കിൽ ആരെങ്കിലും പറയുവാണെങ്കിൽ അവരോട് ചോദിക്കാം, പേരറിയാൻ വയ്യാത്ത വിഷയമാണെന്നോ എടുത്ത് നിങ്ങൾ ഇങ്ങോട്ട് വാദപ്രതിവാദത്തിന് വന്നിരിക്കുന്നത്? പറയണം. എല്ലാവർക്കും അറിയാം ഫുൾ പേരെന്താണെന്ന്. അത് ബിഗ് ബാങ് തിയറിയാണ്, ബിഗ് ബാങ് ലോ അല്ല. കാരണം ബിഗ് ബാങ്ങിനെ ശാസ്ത്രലോകം 1980-കളിൽ റിജക്ട് ചെയ്ത് തുടങ്ങി. ആൻഡ് ഇന്ന് ബിഗ് ബാങ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബാങ്ങിനെ കുറിച്ച് വിക്കിപീഡിയയിലുള്ള ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഓൾട്ടർനേറ്റ് തിയറീസ് എന്നും പറഞ്ഞു വരുന്നു. അത്രയേ ഉള്ളൂ ഒരു തിയറി എന്ന് പറഞ്ഞാൽ. ഒരു തിയറി ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം പരമാവധി സയൻസിൽ ഒരു തിയറി നിന്നിട്ടുള്ളത് 100 വർഷമാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതിയോടെ ഇതിൽ പല തിയറീസ് റിജക്ട് ചെയ്തു. 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ. നമ്മളൊക്കെ കെമിസ്ട്രി പഠിച്ച സമയത്ത്, ഈ സ്കൂൾ ലെവലിൽ കെമിസ്ട്രി പഠിച്ച സമയത്ത് ഡാൽട്ടൻസ് ആറ്റമിക് തിയറി പഠിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഡാൽട്ടൻസ് ആറ്റമിക് തിയറി കേട്ടിട്ടില്ലാത്ത ആരുമില്ല. ഡാൽട്ടന്റെ ആറ്റമിക് തിയറി പറയുന്നത് ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് എന്നാണ്.
ഡാൽട്ടന്റെ കാലം കഴിഞ്ഞ് അധികം താമസിക്കാതെ ആറ്റം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലായി. കാരണം ഇലക്ട്രോൺ കണ്ടുപിടിച്ചു, പിന്നെ പ്രോട്ടോൺ കണ്ടുപിടിച്ചു, പിന്നെ ന്യൂട്രോൺ കണ്ടുപിടിച്ചു. അതോടെ ഡാൽട്ടൻസ് ആറ്റമിക് തിയറിക്ക് ഇന്ന് ഹിസ്റ്റോറിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. അതിന് ഹിസ്റ്ററി അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഡാൽട്ടൻസ് ആറ്റമിക് തിയറി കെമിസ്ട്രിയിൽ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ സിറ്റുവേഷൻ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്ന് ആറ്റംസിന്റെ ഉള്ളില് ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതല്ലാതെ ധാരാളം മറ്റ് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ ഉള്ളിൽ അതിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനെക്കുറിച്ച് ക്വാർക്ക് എന്നാണ് പറയുന്നത്. QUARK. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും ജോൺസൺ ബ്രദറിന് എങ്ങനെ അറിയാം? ജോൺസൺ ബ്രദർ ക്വാർക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പുഞ്ചിരിയൊക്കെ ആയിരുന്നല്ലോ എന്ന്. ഞാൻ ഫിസിക്സിൽ PhD ചെയ്തത് ക്വാർക്സിനെ കുറിച്ചാണ്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ക്വാർക്ക് സ്ട്രക്ചർ എന്നായിരുന്നു PhD-യിൽ. ഞാൻ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിലാണ്, ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിലാണ് PhD ചെയ്തത്. അതിൽ തന്നെ എന്റെ വിഷയം ക്വാർക്ക് എന്നുള്ളതായിരുന്നു. ക്വാർക്ക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ആക്ച്വലി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലി. അതിന് ഹാഡ്രോൺസ് എന്ന് പറയും. 100 കണക്കിന് ഹാഡ്രോൺസ് നമുക്കറിയാം. അപ്പൊ അതിന്റെ സ്ട്രക്ചർ ആയിരുന്നു എന്റെ റിസർച്ചിന്റെ വിഷയം. ഞാൻ റിസർച്ച് ഇതിൽ എന്റെ നിരീശ്വരവാദി പ്രൊഫസർ എന്റെ വിഷയം എന്നെ വിടിപ്പിച്ചിട്ട് എന്നെ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ കൊണ്ടുവന്നു. 1978 തൊട്ട് 84 വരെ ഞാൻ ഏജ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് 84-ൽ എന്റെ പ്രൊഫസർ ബൈ ഫോഴ്സ് എന്നെ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. 84 തൊട്ട് 90 വരെ റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ എന്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. ക്വാർക്ക് സ്ട്രക്ചർ, അതിന് പൊട്ടൻഷ്യൽ മോഡൽ എന്നാണ് പറയുന്നത്. അത് എന്റെ തീസിസ് സബ്മിറ്റ് ചെയ്തു. എനിക്ക് 91-ൽ PhD കിട്ടി. ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ തിയറി വന്നു. പൊട്ടൻഷ്യൽ മോഡൽ കഴിഞ്ഞ് ബാഗ് മോഡൽ വന്നു. ബാഗ് മോഡൽ വന്നു കഴിഞ്ഞ് ക്ലൗഡി ബാഗ് മോഡൽ വന്നു. ലെറ്റ് us remember one thing. ശാസ്ത്രത്തിന്റെ ഡെവലപ്മെന്റിന് തിയറീസ് ആവശ്യമാണ്. എന്നാൽ തിയറീസിന് വലിയ ലൈഫില്ല. പരമാവധി ഒരു തിയറി നിന്നിട്ടുള്ളത് 100 വർഷമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് തിയറീസ് ഒക്കെ ഒരു 5 വർഷം അല്ലെ 10 വർഷമേ നിലനിൽക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് അത് ഒന്നിൽ മോഡിഫൈ ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. സോ ആരെങ്കിലും വേദപുസ്തകത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി ശാസ്ത്രത്തിന്റെ സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം കൊണ്ട് വന്നാൽ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം അതൊരു തിയറിയാണെന്ന്. ഈ താക്കോല് ഈ ബൈബിൾ ആൻഡ് സയൻസിന്റെ ആ കീ ഉപയോഗിക്കുന്നതില് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും ചോദിച്ചാൽ ആ കടിക്കാൻ വരുന്ന പാമ്പിനെയും കൊണ്ട് തന്നെ ആ വിഷം എടുപ്പിക്കണം. യു ആസ്ക് ദം, ഈസ് ഇറ്റ് എ തിയറി, ഈസ് ഇറ്റ് എ ഫാക്ട്? നമുക്കെല്ലാം അറിയാവുന്ന വേറെ ഒരു തിയറിയാണല്ലോ ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി. നമ്മളൊക്കെ വടക്കേ ഇന്ത്യയിൽ അത് ജോഗ്രഫിയിലാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്, ഞങ്ങളുടെ ജോഗ്രഫിയിൽ പറഞ്ഞത്, ഭൂമി സോളിഡ് ആകുന്നതിന് മുൻപ് സെമി സോളിഡ് ആയിരുന്നു. ആ സമയത്ത് ഒരു സ്റ്റാർ കടന്നുപോയപ്പോൾ ആ സ്റ്റാറിന്റെ അട്രാക്ഷൻ കൊണ്ട് ഭൂമിയിൽ നിന്ന് വലിയൊരു പിണ്ഡം പറഞ്ഞുപോയി. അത് ഭൂമിയെ ചുറ്റുന്നു. അതാണ് ചന്ദ്രൻ. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും. അത് റിജക്ട് ചെയ്തു. കാരണം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില വർഷം കഴിഞ്ഞ് മനസ്സിലായി നടക്കുന്ന കാര്യമല്ലെന്ന്. അത് കഴിഞ്ഞ് വേറെ ഒരു തിയറി വന്നു. ആ തിയറി പറയുന്നത് ചന്ദ്രൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആകാശത്തൂടെ കടന്നു പോവായിരുന്നു. ആ സമയത്ത് ഭൂമി അതിനെ അട്രാക്ട് ചെയ്ത് ഇനി ക്യാപ്ചർ ചെയ്തു. കുറെ വർഷങ്ങൾ ആ തിയറി ആയിരുന്നു.
ആദ്യത്തെ തിയറി, ഭൂമിയിൽ നിന്ന് അടർന്നു പോയ ഒരു പീസാണ് ചന്ദ്രൻ. അതിന് ഡോട്ടർ തിയറി എന്ന് പറയും. ഡോട്ടർ തിയറി തെറ്റാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നതാണ് ഭൂമി ഇങ്ങനെ, ചന്ദ്രൻ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഭൂമി അതിനെ ക്യാപ്ചർ ചെയ്തെന്ന്. അതിന് വൈഫ് തിയറി എന്നാ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റിജക്ട് ചെയ്തു. അത് കഴിഞ്ഞ് മൂന്നാമതൊരു തിയറി വന്നു. സൂര്യൻ ഇങ്ങനെ ആകാശത്തൂടെ കടന്നുപോയപ്പോൾ വലിയൊരു സ്റ്റാർ അതിലെ കടന്നുപോയപ്പോൾ ആ സ്റ്റാറിന്റെ ആകർഷണത്തിൽ ഭൂമിയിൽ ആ സൂര്യനിൽ നിന്ന് ധാരാളം പിണ്ഡങ്ങൾ പുറത്തിറങ്ങി. അങ്ങനെയാണ് ഗ്രഹങ്ങൾ ഉണ്ടായത്. അതിലൊന്നാണ് ഭൂമിയും ചന്ദ്രനും. അതിന് സിസ്റ്റർ തിയറി എന്ന് പറയും. കാരണം രണ്ടും ഒരേ പിതാവായ അല്ലെ മാതാവായ സൂര്യനിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ട് ഭൂമിയും ചന്ദ്രനും സിസ്റ്റർ ആണെന്ന്. അപ്പൊ അങ്ങനെ ചന്ദ്രന്റെ ഫോർമേഷനെ കുറിച്ച് ആദ്യമേ വന്ന ഡോട്ടർ തിയറി, രണ്ടാമത് വന്ന വൈഫ് തിയറി, മൂന്നാമത് വന്ന സിസ്റ്റർ തിയറി. ഇന്ന് ഒരു തിയറിയും ഇല്ല. കാരണം ഇതെല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഭൂമിയുടെ അട്രാക്ഷൻ കൊണ്ട് അങ്ങനെ സംഭവിക്കുമോ? ഇതെല്ലാം പരിശോധിച്ച് നോക്കിയതോടെ എല്ലാ തിയറി റിജക്ട് ചെയ്യപ്പെട്ടു. ഇന്ന് ചന്ദ്രൻ എങ്ങനെ ഉണ്ടായി എന്നുള്ള അതിനെക്കുറിച്ച് ഒരു തിയറിയും ഇല്ലാതെ ഇരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഞാൻ ഓർപ്പിക്കട്ടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഈ വേദപുസ്തകവും ശാസ്ത്രം എന്ന് പറയുന്നത് അത് കടിച്ച പൊട്ടാത്ത കാര്യമൊന്നും അല്ല. അതിന് വലിയ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട. എനിക്ക് ഫിസിക്സിൽ ഒരു PhD ഉള്ളത് ഞാൻ ബൈബിൾ ആൻഡ് സയൻസിന്റെ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് എടുത്തതാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് എല്ലാവരും സ്പെഷ്യലിസ്റ്റ് അല്ല. ആശുപത്രിയിൽ ചെല്ലുന്നതിൽ 90-95% കേസസിനെ ജനറാലിസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈബിൾ ആൻഡ് സയൻസ് എന്നുള്ള വിഷയം ഹാൻഡിൽ ചെയ്യാൻ PhD ഒന്നും വേണ്ട, MSCയും വേണ്ട, BSCയും വേണ്ട. ഒരു 10ാം ക്ലാസ് വരെ സയൻസ് പഠിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിൽ ആ താക്കോൽ എടുത്ത് ഇഫക്റ്റീവായിട്ട് ടേൺ ചെയ്ത ലോക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കും. Therefore, നാളെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് കേട്ടില്ലേ സയൻസിലെ ഇന്ന ആ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം, that has proved that Bible is wrong. ബ്ലഡ് പ്രഷർ ഒന്നും കൂടേണ്ട ആവശ്യമില്ല. എനിക്ക് സയൻസിൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നോ. ഇത്ര ഓർത്താ മതി. വാട്ട് ഈസ് ദ കീ? ആസ്ക് എ ക്വസ്റ്റ്യൻ. സയൻസിന്റെ ഏത് കണ്ടുപിടുത്തമാണ് ഇന്നത്? അതെന്താണ്? അതൊരു തിയറിയാണോ അതൊരു ഫാക്റ്റ് ആണോ? അത് ചോദിക്കുമ്പോഴത്തേക്ക് വേദപുസ്തകത്തെ അറ്റാക്ക് ചെയ്യുന്ന ഒരു നല്ല ശതമാനം ആളുകളുടെ ഗ്യാസ് പോകും. ഈ ബലൂണിന്റെ കാറ്റഴിച്ചു വിടുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഒരു 5-8 ആളുകളുടെ ഒരു ടീം ഒരു ബലൂൺ ഇങ്ങനെ തട്ടി അത് വായുവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവർക്ക് ഒരു ഒപ്പോനന്റ് ഉണ്ട്. ആ ഒപ്പോനന്റ് ഒരു മുട്ട് സൂചിയും കൊണ്ടാണ് നിൽക്കുന്നത്. ആ ഒപ്പോനന്റിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ ഈ ബലൂൺ എത്രയും വേഗം തുടങ്ങിക്കഴിഞ്ഞ് എത്രയും വേഗം ഈ ബലൂൺ കുത്തിപ്പൊട്ടിക്കണം എന്നുള്ളത്, കാറ്റ് അഴിച്ചുവിടണം എന്നാണ്. ബാക്കി ടീം മെമ്പേഴ്സിന്റെ ശ്രമം എന്ന് പറഞ്ഞാൽ അവൻ അടുത്ത് വരുമ്പോഴത്തേക്ക് അവന് കിട്ടാത്ത രീതിയിൽ തട്ടി മേളിലോട്ട് വിടണം എന്നാണ്. നിങ്ങളുടെ റോൾ ആ മുട്ടുസൂചിയും കൊണ്ട് നിൽക്കുന്ന വ്യക്തിയെ പോലെയാണ്. ആര് വന്ന് ഏത് ചോദ്യം ബൈബിളിനെ കുറിച്ച് ചോദിച്ചാൽ immediately ask them, is it a law of science, is it a fact of science, or is it a theory of science? Theory of science ആണെന്ന് പറയുമ്പം പറഞ്ഞാൽ മതി, ആദ്യമേ ആ തിയറി ഒന്ന് എസ്റ്റാബ്ലിഷ് ആകട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ബൈബിളിനെ പരിശോധിക്കാം. ഇതോടെ എൻ്റെ ഇന്നത്തെ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ബൈബിളിലുള്ള ചില ഭാഗങ്ങൾ എടുത്ത്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ എടുത്ത് പരിശോധിച്ച് 1 by 1 നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നതായിരിക്കും. അതോടെ കഴിയുമ്പോൾ ചോദ്യങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ 15ാം വയസ്സിൽ രോഗിയായി, 67ആയി, പിച്ചും പേയും ഒക്കെ പറയുന്ന പ്രായമായി, 50ഓളം വർഷം മരുന്ന് കഴിച്ചു, മെമ്മറി ഒക്കെ ഡിസ്ട്രോയ് ആയി കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ എക്സ്റ്റംപോർ ചോദ്യം ചോദിച്ച് ഞാൻ അതിന് മറുപടി പറയുന്നതിന് പകരം നിങ്ങളുടെ ചോദ്യങ്ങളൊന്ന് അയച്ചു തന്നാൽ അതൊന്ന്
വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ട് എനിക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ബ്രീഫായിട്ടും വളരെ സിമ്പിൾ ആയിട്ടും പ്രസന്റ് ചെയ്യാൻ സൗകര്യമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ അയച്ചു തരണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. I am thankful to the church and also to God for this opportunity. God bless all of you. Thank you, Uncle.